Hi dear students, let us continue our class. In the last class we have studied about IP address classes, IP address types, IP address format, etc. Today we are going to discuss about subnetting, supernetting, default gateway, etc. അതിനു മുമ്പ് നമ്മൾ കുറച്ച് ടേംസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ചില ടേംസ് ഉണ്ട്. അപ്പോൾ ആ ടേംസ് എന്തൊക്കെയാണ് അത് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താ നോക്കാം. ഫസ്റ്റ് വൺ, DHCP സെർവർ. DHCP, Dynamic Host Configuration Protocol, is a protocol that provides quick, automatic and central management for the distribution of IP address within a network. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒരു നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ IP അഡ്രസ്സ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. IP അഡ്രസ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഒരു DHCP സെർവർ ഉണ്ടെങ്കിൽ അത് ഡൈനാമിക്കലി എന്ത് ചെയ്യും, ഈ IP അഡ്രസ്സൊക്കെ അസൈൻ ചെയ്തോളും. ഒരു വലിയ നെറ്റ്വർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് മാനുവലി IP അഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഈ ഒരു DHCP സെർവർ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം DHCP സെർവറായിട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെർവർ എന്ത് ചെയ്തോളും, ഇപ്പോൾ നെറ്റ്വർക്ക് ഓൺ ആക്കുന്ന സമയത്ത് തന്നെ പിന്നെ ടെമ്പററി ആയിട്ട് ഡൈനാമിക് IP അത് അസൈൻ ചെയ്ത് കൊടുത്തോളൂ, അത് തന്നെ അസൈൻ ചെയ്ത് കൊടുത്തോളൂ. ഇപ്പോൾ നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റം ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഒരു സിസ്റ്റം നമ്മൾ ഒരു നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ പിന്നെ ഏതൊക്കെ IP ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ IP ഏതൊക്കെ സിസ്റ്റത്തിന് കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, IP കോൺഫ്ലിക്റ്റ് വരും അല്ലേ. കാരണം ഒരേ പേരിൽ തന്നെ അല്ലെങ്കിൽ ഒരേ IP തന്നെ വേറെ സിസ്റ്റത്തിനും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സിസ്റ്റംസിന് എണ്ണം കൂടുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ IP സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ അതിൽ IP ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ DHCP സെർവർ ഇതാണ് എന്ത് ചെയ്യുന്നത്, IP സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ IP എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് കൊടുത്തോളും. നമ്മൾ പിന്നെ അറിയേണ്ട ആവശ്യമില്ല, ഓരോ സിസ്റ്റത്തിനും ഓരോ IPs അതിനെ അസൈൻ ചെയ്ത് കൊടുത്തോളും. അതിന് വേണ്ടിയിട്ടാണ് ഈ DHCP സെർവർ യൂസ് ചെയ്യുന്നത്. DHCP is also used to configure the subnet mask, default gateway and DNS server information on the device. അതുപോലെ തന്നെ ഈ IP അഡ്രസ്സ് അസൈൻ ചെയ്യുക മാത്രമല്ല, സബ്നെറ്റ് മാസ്ക് അസൈൻ ചെയ്യുക, അതുപോലെ തന്നെ ഡിഫോൾട്ട് ഗേറ്റ്വേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതിനാണ് ഈ DHCP സെർവർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇമേജ് കാണാം. അപ്പോൾ ആ ഇമേജിൽ നിങ്ങൾക്ക് കാണാം ഒരു DHCP സെർവർ ഉണ്ടെങ്കിൽ ആ DHCP സെർവറിൽ IPs ഉണ്ടായിരിക്കും. ഏതൊക്കെ IPs ആണ് നമുക്ക് കൊടുക്കാനുള്ളത്, ആ DHCP IP അഡ്രസ് പൂളുണ്ട്. ആ പൂളിൽ നിന്നാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സിസ്റ്റം നമ്മൾ ഓണാക്കുന്ന സമയത്ത് ആ നെറ്റ്വർക്കിലുള്ള സിസ്റ്റം ഓണാക്കുന്ന സമയത്ത് അതിന് ഒരു IP അവൈലബിൾ ആയിട്ടുള്ള ഒരു IP എടുത്തിട്ട് എന്ത് ചെയ്യും, അതിന് കൊടുക്കും. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുന്ന IP അഡ്രസ് പൂളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ള IP അഡ്രസ്സ് അതിൽ കാണാം. പിന്നെ ഓൾറെഡി 2 ക്ലയൻറ്റ് ഉണ്ട് ഇവിടെ താഴെ. ആ ക്ലയൻറ്റിന് 2 IP അഡ്രസ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു യുണീക്കാണല്ലോ, IP അഡ്രസ്സ് യുണീക്കാണല്ലോ. ഒരു IP കൊടുത്തു കഴിഞ്ഞാൽ ആ IP പിന്നെ വേറെ സിസ്റ്റത്തിനും ഉണ്ടായിരിക്കില്ല. അപ്പോൾ IP അഡ്രസ്സ് പിന്നെ നമ്മളിപ്പോൾ സിസ്റ്റത്തിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ DHCP സെർവറിൽ ബാക്കിയുള്ള അഡ്രസ്സാണ് അഡ്രസ് പൂളിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു പിന്നെ സിസ്റ്റം പുതുതായിട്ട് നമ്മൾ അതിലേക്ക് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അവൈലബിൾ ആയിട്ടുള്ള ഒരു IP എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ഈ പിന്നെ DHCP ക്ലയൻറ്റ് 1 ക്ലയൻറ്റ് 2 ഈ 2 സിസ്റ്റത്തിൽ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലീസ്റ്റ് ഡ്യൂറേഷൻ എന്ന് കാണാം, 24 hours. അപ്പോൾ ഡൈനാമിക് IP സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ടൈമിലാണ്. അപ്പോൾ ആ ടൈം വരെ എന്ത് ചെയ്യും, ആ ഒരു IP അതിന് സെറ്റ് ചെയ്യും. നെക്സ്റ്റ് ടൈം ഇപ്പം പിറ്റേന്ന് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ IP തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ IP ചേഞ്ച് ആവും. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള IP എന്ത് ചെയ്യും, ഈ DHCP സെർവർ അസൈൻ ചെയ്യാണ് ചെയ്യുക. ഇനി
നെക്സ്റ്റ് അതുപോലെ DNS server. A DNS, domain name system server, is a computer server that contains a database of public IP addresses and their associated host names. അപ്പോൾ DNS സെർവർ ഒരു ഡൊമൈൻ നെയിം സിസ്റ്റം സെർവറാണ്. ഇതും അതേപോലുള്ള വേറെ സെർവറാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡൊമൈൻ നെയിമും IP-യും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള നെയിമും അതേപോലെ തന്നെ IP അഡ്രസ്സിൻ്റെയും ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഈ സെർവർ. DNS server translate the friendly domain name you enter into a browser like tekerala.org into the public IP address that is needed for your device. അപ്പോൾ നമുക്കറിയാം ഈ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ സിസ്റ്റത്തിനും എന്താണ് ഒരു IP അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രൈവറ്റ് നെറ്റ്വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ C ക്ലാസ് അഡ്രസ് പ്രൈവറ്റ് IP ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിനൊരു പബ്ലിക് IP അഡ്രസ്സിലാണ് ആ ഒരു നമ്മളെ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ പബ്ലിക് IP അഡ്രസ്സും അതേപോലെ തന്നെ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള നെയിമും ഇപ്പോൾ നമ്മളെ സൈറ്റ് tekerala.org അത് ടെക്നിക്കൽ ബോർഡിൻ്റെ സൈറ്റാണ്. അപ്പോൾ അത് നമ്മൾ അത് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുന്നത്? ജസ്റ്റ് tekerala.org എന്ന് മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ അല്ലേ? അതിനൊരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കും, പക്ഷേ IP അഡ്രസ്സ് അല്ല നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ Gmail ചെക്ക് ചെയ്യുകയാണെങ്കിൽ Gmail www.gmail.com എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അതല്ലാതെ അവരുടെ IP അഡ്രസ്സ് അല്ല നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു അഡ്രസ്സ് ഇങ്ങനെയുള്ള tekerala.org അല്ലെങ്കിൽ yahoo.com എന്നൊക്കെ പറയുന്നതാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡൊമൈൻ നെയിമിനെ അതിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സിൻ്റെ ആ ലിസ്റ്റ് അല്ലെങ്കിൽ ആ ഡാറ്റാബേസ് ആണ് എന്തിലുണ്ടാവുക, ഈ DNS സെർവറിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ബ്രൗസറിൽ ജസ്റ്റ് ആ ഡൊമൈൻ നെയിമാണ് അടിക്കുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ് IP അതിൽ ഈ ഒരു DNS സെർവറിൽ നോക്കിയിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് DNS സെർവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള നമ്പർ 1 ഡിജിൽ അല്ലേ? ഡിജിലിനൊരു അഡ്മിഷൻ നമ്പർ ഉണ്ട് അല്ലേ? അയാളുടെ യുണീക്ക് നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ഈ ഈ അഡ്മിഷൻ നമ്പർ ഇപ്പോൾ 5628 ആണെന്ന് വിചാരിക്കാം. ഡിജിലിൻ്റെ അഡ്മിഷൻ നമ്പർ 5628 ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ ഡിജിലിൻ്റെ ഈ അഡ്മിഷൻ നമ്പർ 5628 എന്നാണോ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഡിജിൽ എന്നുള്ള പേരാണോ ഓർത്തിരിക്കുക? ഡിജിൽ എന്നുള്ള പേരാണ് അല്ലേ? അല്ലാതെ 5628 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും? ഡിജിലിന് തന്നെ ഓർമ്മ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡൊമൈൻ നെയിം സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ആ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് വിചാരിക്കുക. ഡൊമൈൻ നെയിം ഇപ്പോൾ IP അഡ്രസ്സ് അയാളുടെ അഡ്മിഷൻ നമ്പർ IP അഡ്രസ്സായിട്ട് കൊടുക്കുകയാണെങ്കിൽ 5628. പിന്നെ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ digil@cs5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആരാളെന്ന് അല്ലേ? CS5 ഡിജിൽ. അല്ലാതെ IP അല്ലെങ്കിൽ അയാളുടെ അഡ്മിഷൻ നമ്പർ നോക്കിയിട്ട് 5628 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഈ ഒരു ടെക്നിക്കാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. കാരണം IP അഡ്രസ്സ് വെച്ചിട്ട് ഓരോ സൈറ്റിൻ്റെ അഡ്രസ്സ് നമുക്ക് ഓർത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡൊമൈൻ നെയിം സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് റൂട്ടിംഗ്. IP routing is a process of sending packets from a host on one network to another host on a different remote network. അപ്പോൾ റൗട്ടിംഗ് അല്ലെങ്കിൽ റൂട്ടിംഗ് എങ്ങനെയായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഡാറ്റാസൊക്കെ സെൻഡ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യുന്നത് പാക്കറ്റ്സ് ആയിട്ടാണ് അല്ലേ? ബ്ലോക്ക് ഓഫ് ഡാറ്റ പാക്കറ്റ്സ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ആ പാക്കറ്റിൽ എന്താണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സും വേറെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഞാനിപ്പോൾ ഒരു
പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി കേരള ഞാൻ ആക്സസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ TKerala.org എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് IP-യിലേക്കാണ് എന്ത് ചെയ്യുക, റിക്വസ്റ്റ് പോവുക. അപ്പോൾ ആ റിക്വസ്റ്റ് പോകുന്ന ആ ഡാറ്റ പോകുന്നത്, അല്ലെങ്കിൽ ആ പാക്കറ്റ് പോകുന്നത് എങ്ങനെയാണ്, ഒരു പാത്ത് ഉണ്ടായിരിക്കും അല്ലേ, ഒരു പാത്ത് ഉണ്ടാവും. ആ പാത്ത് വഴിയാണ് എന്ത് ചെയ്യുന്നത്, പല നെറ്റ്വർക്കുകൾ കടന്നിട്ടായിരിക്കാം ഒരു പക്ഷേ ആ ഒരു സെർവറിലേക്ക് TKerala.org സെർവറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു പാത്ത്, ആ പാത്ത് കണ്ടുപിടിക്കുന്നതും അതിനെ റൂട്ട് ചെയ്തിട്ട് ആ ഒരു പാത്തിലൂടെ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഈ റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൂട്ടിംഗ് ചെയ്യുന്നത് ഏത് ഡിവൈസാണ്, റൗട്ടർ എന്ന് പറഞ്ഞ ഡിവൈസാണ്. അപ്പോൾ ഈ റൂട്ടിങ്ങിന് പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ദിസ് പ്രോസസ് ഈസ് യൂഷ്വലി ഡൺ ബൈ റൂട്ടേഴ്സാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. റൂട്ടേഴ്സ് എക്സാമിൻ ദ ഡെസ്റ്റിനേഷൻ IP അഡ്രസ് ഓഫ് എ പാക്കറ്റ്, ഡിറ്റർമിൻ ദി നെക്സ്റ്റ് ഹോപ്പ് അഡ്രസ് ആൻഡ് ഫോർവേഡ് ദി പാക്കറ്റ്. റൗട്ടേഴ്സ് എന്താ ചെയ്യുന്നത്, ആ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സ് നോക്കും. ആദ്യം ഒരു പാക്കറ്റ് റൂട്ടർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സ് ആദ്യം ചെക്ക് ചെയ്യും. എന്നിട്ട് എവിടെയാണോ അത് പിന്നെ ആ ഒരു ഡെസ്റ്റിനേഷൻ IP എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം എവിടെയാണോ ആ ഒരു നെറ്റ്വർക്കിലേക്ക് പിന്നെ എത്താനുള്ള പാത്ത് അത് ഡിറ്റർമിൻ ചെയ്യും. എന്നിട്ട് അത് തൊട്ടടുത്ത റൗട്ടർ, നെക്സ്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത റൗട്ടറാണ് ഉദ്ദേശിക്കുന്നത്. തൊട്ടടുത്ത റൗട്ടർ ഏതാണോ ആ റൗട്ടറിലേക്ക് അതെന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യും. എന്നിട്ട് ആ റൗട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ ആ റൗട്ടർ അതേപോലെ തന്നെ ആ പാക്കറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ ഡെസ്റ്റിനേഷൻ IP നോക്കും. എന്നിട്ട് അത് പിന്നെ എവിടെയാണോ അതിൻ്റെ ഡെസ്റ്റിനേഷൻ സിസ്റ്റം ഉള്ളത് അങ്ങോട്ടേക്ക് പാത്ത് വീണ്ടും ചെക്ക് ചെയ്തിട്ട് പിന്നെ ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഒരു റൂട്ടിംഗ് ടേബിൾ ഉണ്ടായിരിക്കും. പിന്നെ ആ ടേബിൾ നോക്കിയിട്ടാണ് ഇതിന് പിന്നെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു റൂട്ട് അത് കണ്ടെത്തുന്നത്. അതിന് റൂട്ടിംഗ് ആൽഗോരിതം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകണ്ട. അപ്പോൾ ഇത് മനസ്സിലാക്കുക, റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാക്കറ്റ് നമ്മളൊരു പിന്നെ സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് പോകുന്ന സമയത്ത് അതിനിടയിൽ കുറേ റൗട്ടേഴ്സ് ഉണ്ടാവും. റൗട്ടേഴ്സ് എന്താ ചെയ്യുന്നത്, റൂട്ട് ചെയ്യാണ് അല്ലേ, ആ പാക്കറ്റിനെ ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് റൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ്, ആ പാക്കറ്റ്സ് ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു പിക്ചർ നോക്കുക. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള പി സി അത് ഏറ്റവും റൈറ്റ് സൈഡിലുള്ള PC-യിലേക്ക് സെൻഡ് ചെയ്യുക. ഈ ലെഫ്റ്റ് സൈഡിലുള്ള PC ഒരു നെറ്റ്വർക്കിലാണ്, റൈറ്റ് സൈഡിലുള്ള PC വേറൊരു നെറ്റ്വർക്കിലാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡാറ്റ മറ്റേ PC-യിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, മൾട്ടിപ്പിൾ റൗട്ടർ കടന്നിട്ട് പോകേണ്ടി വരും അല്ലേ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ആദ്യം അതിൻ്റെ റൗട്ടർ വരും. ആ റൗട്ടർ തീരുമാനിക്കും ഏതൊക്കെ വഴി കൂടെയാണ് മറ്റേ ഡെസ്റ്റിനേഷനിലേക്ക് എത്തേണ്ടതെന്നുള്ളത്. ആ പാത്തിലൂടെ എന്ത് ചെയ്യും, അത് ട്രാവൽ ചെയ്തിട്ട് ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിലേക്ക് എത്തും. നെക്സ്റ്റ്, വാട്ട് ഈസ് സബ്നെറ്റിംഗ്? അപ്പോൾ നിങ്ങൾ ഇനി ശരിക്കും ശ്രദ്ധിക്കുക, കാരണം പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ സബ്നെറ്റിംഗ് എന്താ നോക്കാം. Subnetting is a strategy used to partition a single physical network into more than one smaller logical subnet. അപ്പോൾ സബ്നെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിംഗിൾ ഫിസിക്കൽ നെറ്റ്വർക്കിനെ നമ്മൾ ലോജിക്കലി ഡിവൈഡ് ചെയ്യുക, ചെറിയ ചെറിയ നെറ്റ്വർക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ലോജിക്കലി ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഫിസിക്കലി ചിലപ്പോൾ ഒരൊറ്റ നെറ്റ്വർക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ നമ്മളതിനെ ലോജിക്കലി ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. An IP address includes a network segment and host segment. നമുക്കറിയാം ഒരു IP അഡ്രസ്സിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, ഒന്ന് നെറ്റ്വർക്ക് സെഗ്മെൻറ്റും അതുപോലെ തന്നെ ഹോസ്റ്റ് സെഗ്മെൻറ്റും. സബ്നെറ്റ് ആർ ഡിസൈൻഡ് ബൈ ആക്സെപ്റ്റിംഗ് ബിറ്റ്സ് ഫ്രം IP address host part and using these bits to assign a number of smaller subnetworks inside the original
നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ ഈ സബ്നെറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു നെറ്റ്വർക്ക് ഐ ഡി പാർട്ടുണ്ട്, അതേപോലെ തന്നെ ഹോസ്റ്റ് ഐ ഡി പാർട്ടുണ്ട് നമ്മൾ ഐ പി അഡ്രസ്സിൽ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഹോസ്റ്റ് ബിറ്റിലുള്ള കുറച്ച് ബിറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്ക് ഐ ഡിയിലേക്ക് ചേർക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സബ്നെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എ കമ്പനി ഹാസ് 4 ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരു കമ്പനിക്ക് 4 ഡിപ്പാർട്ട്മെൻറ്റ്: സെയിൽസ്, പർച്ചേസ്, അക്കൗണ്ട്സ്, അഡ്മിനിസ്ട്രേഷൻ. അതിൽ സെയിൽസിൽ 10 കമ്പ്യൂട്ടർ, പർച്ചേസിൽ 20 ഹോസ്റ്റ്, അക്കൗണ്ട്സിൽ 25, അഡ്മിനിസ്ട്രേഷനിൽ 20. ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇത് ഒരു ഫുൾ നെറ്റ്വർക്ക് ആണെങ്കിൽ നമ്മൾ ഒരൊറ്റ നെറ്റ്വർക്ക് ആയിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് 4 ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലേ. അപ്പോൾ സെയിൽസിലെ പിന്നെ സിസ്റ്റംസ് തമ്മിൽ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ അതെന്ത് ചെയ്യുക, പർച്ചേസുമായിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറായിട്ട് നമുക്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ പാടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ഈ 4 ഡിപ്പാർട്ട്മെൻറ്റ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. സെയിൽസിന് ഒരു നെറ്റ്വർക്ക്, പർച്ചേസിന് ഒരു നെറ്റ്വർക്ക്, അക്കൗണ്ട്സിന് ഒരു നെറ്റ്വർക്ക്, അഡ്മിനിസ്ട്രേഷന് ഒരു നെറ്റ്വർക്ക്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു C ക്ലാസ് അഡ്രസ്സാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സെയിൽസിന് ഈ ഒരു IP അഡ്രസ്സ് കൊടുത്തെന്ന് വിചാരിക്കുക. അതായത് 192.168.0.1 എന്നുള്ള 1 മുതൽ 10 വരെയുള്ള IP അഡ്രസ്സ് നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു IP അഡ്രസ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിൽ 192.168.0.56 ഈ ഒരു IP അഡ്രസ്സിൽ ഈ ഫസ്റ്റ് 3 ഒക്ടക്റ്റാണ് എന്ത്, നെറ്റ്വർക്ക് ഐ ഡി അല്ലേ. ലാസ്റ്റ് വരുന്ന ഒരു ഒക്ടക്റ്റാണ് ഹോസ്റ്റ് ഐ ഡി. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ കൊടുത്തത് പിന്നെ 192.168.0 ആണ് ഈ നെറ്റ്വർക്ക് ഐ ഡി അല്ലേ. ഈ നെറ്റ്വർക്ക് ഐ ഡി ഇപ്പോൾ സെയിൽസിന് കൊടുത്തു കഴിഞ്ഞാൽ പർച്ചേസിന് പിന്നെന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു നെറ്റ്വർക്ക് ഐ ഡി കൊടുക്കാൻ പറ്റില്ല, വേറെ നെറ്റ്വർക്കായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നോക്കുക, ഇപ്പോൾ പർച്ചേസിന് നമ്മൾ 192.168.1.1 കൊടുക്കും. അപ്പോൾ അവിടെ നെറ്റ്വർക്ക് മാറി അല്ലേ. 192.168.0 ആദ്യത്തെ 3 എണ്ണം സെയിം ആവണം, എന്നാലേ സെയിം നെറ്റ്വർക്ക് ആവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ പർച്ചേസിന് കൊടുത്തത് 192.168.1 ആണ്. അപ്പോൾ വേറെ നെറ്റ്വർക്കായി. അപ്പോൾ ആ 1 മുതൽ 20 വരെ കൊടുത്തു, കാരണം 20 സിസ്റ്റമാണുള്ളത്. ഇനി മൂന്നാമത്തെ അക്കൗണ്ട്സിന് അതേപോലെ തന്നെ 192.168.2 അത് നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്തു. അത് 1 മുതൽ 25 വരെ. അഡ്മിനിസ്ട്രേഷൻ അതേപോലെ തന്നെ 168.3 കൊടുത്തു, 1 to 20 വരെയുള്ള. അപ്പോൾ ഈ 4 നെറ്റ്വർക്കായി അല്ലേ. ഇതൊരു 4 നെറ്റ്വർക്കായി. അപ്പോൾ ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നെറ്റ്വർക്ക്, ആദ്യത്തെ നെറ്റ്വർക്ക് നോക്കാം. സെയിൽസിന് നമ്മൾ കൊടുത്തത് 192.168.0.1 ആണ് അല്ലേ. 1 മുതൽ 10 വരെയുള്ള അഡ്രസ്സ് അതിൽ യൂസ് ചെയ്തു. ബാക്കി വരുന്ന അഡ്രസ്സ്, ഇപ്പോൾ ഒരു C ക്ലാസ് നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൽ മാക്സിമം നമുക്ക് ഒരു നെറ്റ്വർക്കിൽ 256 അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. 256 അഡ്രസ്സ് ഉണ്ടാവും. പക്ഷേ അതിൽ 2 അഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യില്ല അല്ലേ, റിസർവ്ഡ് ആണ്. ഒന്ന് ഏതൊക്കെയാണ്, സ്റ്റാർട്ടിങ് അഡ്രസ്സ് നെറ്റ്വർക്ക് ഐ ഡി ആണ്, അതുപോലെ തന്നെ ലാസ്റ്റ് ഐ ഡി എന്താണ്, ബ്രോഡ്കാസ്റ്റ്. അപ്പോൾ അത് രണ്ടും നമ്മൾ യൂസ് ചെയ്യില്ല. എങ്ങനെയായാലും 254 അഡ്രസ്സ് നമുക്കുണ്ടായിരിക്കും. ഈ 254 അഡ്രസ്സിൽ നമ്മളിവിടെ യൂസ് ചെയ്ത എത്ര, 10 അഡ്രസ്സാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ 192.168.0 തുടങ്ങിയ 0.1 മുതൽ 10 വരെയുള്ള IP അഡ്രസ്സാണ് നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ബാക്കി വരുന്ന, അപ്പോൾ ഈ 254 നമ്മൾ 10 യൂസ് ചെയ്ത് അല്ലേ. ബാക്കി വരുന്ന ഈ 11 മുതൽ 255 വരെയുള്ള നമ്പേഴ്സ് എന്തായി, അവിടെ വേസ്റ്റായി. അത് പിന്നെ നമ്മൾ വേറെ ഒരു സിസ്റ്റത്തിനും കൊടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത്രയും IP അഡ്രസ്സ് അവിടെ വേസ്റ്റായി. അതുപോലെ തന്നെ പർച്ചേസ് നോക്കുക. പർച്ചേസിൽ 20 ഹോസ്റ്റുകളിൽ അതിൽ നമ്മൾ 1.1 മുതൽ 1.20 വരെ കൊടുത്തു. 1.21 മുതൽ 1.255 വരെ എന്തായി, വേറെ ഒരു സിസ്റ്റത്തിന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ.
വേറെ ഏതെങ്കിലും സിസ്റ്റത്തിന് ആ ID യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക, അത് ഈ നെറ്റ്വർക്കിലേക്ക് വരും അല്ലേ, ആ സിസ്റ്റം ഈ നെറ്റ്വർക്കിലേക്ക് ആഡ് ആവും. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെയും അതുപോലെ തന്നെ വേസ്റ്റായി. അതേപോലെ തന്നെ ബാക്കിയുള്ള 2 ഇതിലും വേസ്റ്റായി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ IP അഡ്രസ്സുകൾ കുറേ വേസ്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ IP അഡ്രസ്സുകൾ അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സബ്നെറ്റിംഗ് എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ഓക്കെ, ഇനി നോക്കാം. ഈ സബ്നെറ്റിങ്ങിനെ പറ്റി ശരിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളെ ക്ലാസ്, കൺസിഡർ യുവർ ക്ലാസ് ആസ് നെറ്റ്വർക്ക് ആൻഡ് ഓൾ ഓഫ് യു ആർ ഹോസ്റ്റ് എന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ, നിങ്ങളെ ഈ ക്ലാസ് ഇപ്പോൾ CS5 എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കാണെന്ന് വിചാരിക്കാം. ആ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലുള്ള നിങ്ങൾ ഓരോരുത്തരും ഓരോ ഹോസ്റ്റുകൾ അല്ലെങ്കിൽ ഓരോ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ ഡിവൈസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ യുവർ നെറ്റ്വർക്ക് ID, ഇപ്പോൾ നിങ്ങളെ നെറ്റ്വർക്ക് ID നമുക്ക് പറയുകയാണെങ്കിൽ CS5 എന്ന് പറയാം അല്ലേ, കാരണം എല്ലാവരുടെയും കോമൺ ആണ് അല്ലേ, കോമൺ ആയിട്ടുള്ള കാര്യമാണ് CS5 എന്ന് പറയുന്നത്. ആൻഡ് യുവർ റോൾ നമ്പേഴ്സ് ഈസ് യുവർ ഹോസ്റ്റ് ID. അതുപോലെ തന്നെ ഹോസ്റ്റ് ID ആയിട്ട് നമുക്ക് എന്ത് പറയാം, നിങ്ങളുടെ റോൾ നമ്പർ പറയാം അല്ലേ, കാരണം എന്താ, റോൾ നമ്പർ എല്ലാവരുടെയും ചേഞ്ച് ആണ് അല്ലേ. അപ്പോൾ ഹോസ്റ്റ് ID ഒരു C ക്ലാസ് നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൽ ഹോസ്റ്റ് ID 8 ബിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ID 24 ബിറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ CS5 എന്ന് പറയുന്നത് നിങ്ങളുടെ നെറ്റ്വർക്ക് ID-യും അതേപോലെ തന്നെ നിങ്ങളുടെ റോൾ നമ്പർ ഹോസ്റ്റ് ID-യും ആണ് വിചാരിക്കുക. അപ്പോൾ CS5 എന്ന് പറയുന്ന ആ നെറ്റ്വർക്ക് ID ചേഞ്ച്, ആ നെറ്റ്വർക്ക് ID ചേഞ്ച് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ക്ലാസ് തന്നെ മാറി അല്ലേ, അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് തന്നെ ചേഞ്ച് ചെയ്തു അല്ലേ. CS5 എന്നുള്ള CS3 ആയി കഴിഞ്ഞാൽ എന്തായി, ക്ലാസ് മാറിയില്ലേ. അതുപോലെ തന്നെയാണ് നെറ്റ്വർക്ക് മാറിപ്പോവും. അപ്പോൾ നെറ്റ്വർക്ക് ID ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹോസ്റ്റ് ID ഓരോ കമ്പ്യൂട്ടറിനും ഓരോന്നാണ് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ക്ലാസ്സിലുള്ള ഓരോരുത്തരുടെയും റോൾ നമ്പർ ഹോസ്റ്റ് ID ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ C ക്ലാസ് അഡ്രസ്സിങ്ങിൽ ഇപ്പോൾ പറഞ്ഞ രീതിയിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കുക. ഇപ്പോൾ നമ്പർ 1 ഡിജിൽ അല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ IP അഡ്രസ്സ് എന്നുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ CS5 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ID അല്ലെങ്കിൽ നെറ്റ്വർക്ക് ID ആണ് വിചാരിക്കുക. 01 അയാളുടെ റോൾ നമ്പർ. നെക്സ്റ്റ് രണ്ടാമത്തെ ആൾ അതേപോലെ തന്നെ ഫായിസ് CS5.02. അടുത്ത ആൾ അഭിനന്ദ് CS5.03. ഈ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൽ എല്ലാം കോമൺ ആയിട്ട് വരുന്നത് എന്താ, CS5 ആണ് അല്ലേ, കാരണം സെയിം നെറ്റ്വർക്കാണ് അല്ലെങ്കിൽ സെയിം ക്ലാസ് ആണ്. ഇനി നോക്കാം വേറൊരു ലിസ്റ്റ്. ഇപ്പോൾ നമ്പർ 20ൻ്റെ അതേപോലെ തന്നെ CS5.20 എന്ന് കൊടുക്കാം. 21 അതേപോലെ തന്നെ CS5.21, 22 അതേപോലെ കൊടുക്കാം. ഇത് ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്താണ്, അല്ലാതെ ഇതിൽ കാണുന്നൊന്നും മിടുക്കന്മാരാണെന്ന് വിചാരിക്കേണ്ട. മിടുക്കന്മാരും മിടുക്കികളും ആയതുകൊണ്ടല്ല സെലക്ട് ചെയ്തത്, റാൻഡമായിട്ട് സെലക്ട് ചെയ്ത. ഓക്കെ, അപ്പം ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ CS5 ആണ്. അത് നമുക്ക് നെറ്റ്വർക്ക് ID ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ റോൾ നമ്പർ എന്ത് ചെയ്യാം, ഇതുപോലെ ചേഞ്ച് ചെയ്യും അല്ലേ. ഇനി ഈ ഒരു ലിസ്റ്റിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അതായത് നെറ്റ്വർക്ക് ID ആയിട്ട് നമുക്ക് CS5ഉം അതേപോലെ തന്നെ ഹോസ്റ്റ് ID ആയിട്ട് നിങ്ങളെ റോൾ നമ്പറും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CS5.00. ആ 00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹോസ്റ്റിൻ്റെ ഭാഗമാണ്. CS5 എന്ന് പറയുന്നത് നെറ്റ്വർക്കിൻ്റെ ID ആണ്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ID പറയുന്ന സമയത്ത് പിന്നെ ഹോസ്റ്റ് ID എല്ലാം 0 ആക്കുക. ഹോസ്റ്റ് ID ഒക്കെ 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ ഒരു നെറ്റ്വർക്ക് ID നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ, 0 നമ്മൾ യൂസ് ചെയ്യില്ല അല്ലേ. സ്റ്റാർട്ടിങ് ID എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, നെറ്റ്വർക്ക് ID ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് CS5.00 നമ്മൾ യൂസ് ചെയ്യില്ല. ആ 00 എന്താണ്, നെറ്റ്വർക്ക് ID ആണ്. അപ്പം നോക്കാം. ഇനി ഈ ഒരു ലിസ്റ്റിൽ
ഇപ്പോൾ CS5 എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ 62 പേരോ 63 എത്രയാണെന്ന് വെച്ചാൽ ഇത്രയും ആളുകൾ കോമൺ ആയിട്ടുള്ള ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ CS5 ആണ് അല്ലേ? കോമൺ ആയിട്ട് നമ്മൾ ഈ നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത്. ഇനി നിങ്ങളെ ഇടയിൽ ഒരു സബ് ഡിവിഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സബ് ഡിവിഷൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റോൾ നമ്പറിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ എന്താക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ക്ലാസ് ID ആക്കി മാറ്റാൻ പോവുകയാണ്. അതായത് നോക്കുക, ഇപ്പോൾ ഈ ഒരു 2 ലിസ്റ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലിസ്റ്റിൽ CS5 കൂടാതെ കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ ഏതാണ്? അതേപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ളതിൽ കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? നിങ്ങൾ നോക്കിയാൽ കാണാം. ഫസ്റ്റ് ലിസ്റ്റിൽ CS5 കൂടാതെ 0 അല്ലേ? 01, 02, 03 ആണ് അല്ലേ? അപ്പോൾ 0യും കൂടിയും എന്താണ്? കോമൺ ആണ്. അതേപോലെ തന്നെ മറ്റേ ലിസ്റ്റിൽ എന്താ? CS5.2 അതിൽ 2ഉം കോമൺ ആണ്. ബാക്കിയുള്ള നമ്പേഴ്സേ ചേഞ്ച് ആവുന്നുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കി മാറ്റാം? ഈ റോൾ നമ്പറിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നിങ്ങൾ എന്താ ക്ലാസിൻ്റെ ഐഡിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇതിനെ ഒരു ഗ്രൂപ്പാക്കി, അതായത് 01 മുതൽ 09 വരെ ഒരു ഗ്രൂപ്പാക്കി മാറ്റാം അല്ലേ? അതിൽ കോമൺ ആയിട്ട് 0 ആണ് ഫസ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ലിസ്റ്റിൽ 20 മുതൽ 29 വരെയുള്ള ആളുകളുടെ റോൾ നമ്പർ അതിൽ 2 കോമൺ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 2 എടുത്തിട്ട് എന്ത് ചെയ്യുക? അത് നെറ്റ്വർക്ക് ഐഡിൻ്റെ കൂടെ ചേർക്കുക, അല്ലെങ്കിൽ ക്ലാസ് ഐഡിൻ്റെ കൂടെ ചേർക്കുക. ഈ ഒരു സിസ്റ്റം ആണ് ഈ സബ്നെറ്റിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സബ്നെറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഹോസ്റ്റ് ഐഡിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഹോസ്റ്റ് ഐഡിൻ്റെ കുറച്ച് ബിറ്റ്സ് എടുത്തിട്ട് നമ്മൾ നെറ്റ്വർക്ക് ഐഡിയിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാന്ന് നോക്കാം. ഇപ്പോൾ കൺസിഡർ ചെയ്യുക, ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു IP, അതായത് 192.168.0.56 ഒരു IP അഡ്രസ്സ്. ഈ IP അഡ്രസ്സ് അതിൻ്റെ ആദ്യത്തെ 3 ഒക്ടക്റ്റ് നെറ്റ്വർക്ക് ID ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒക്ടക്റ്റ് ഹോസ്റ്റ് ID. അപ്പോൾ ഹോസ്റ്റ് ID 8 ബിറ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ അത് എഴുതുന്ന സമയത്ത് 192.168.1.56 ഒരു സ്ലാഷ് വാല്യൂ എഴുതും അല്ലേ? സ്ലാഷ് വാല്യൂ ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. സ്ലാഷ് വാല്യൂ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ID എത്ര ബിറ്റാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് സ്ലാഷ് വാല്യൂ ആയിട്ട് വരുന്നത്. ഇവിടെ 3 ഒക്ടക്റ്റ് ആണ്, അതായത് 3 × 8 എത്രയാണ്? 24. അതാണ് സ്ലാഷ് 24 എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഇപ്പോൾ 2⁸ ഈസ് ഈക്വൽ ടു എത്രയാണ്? 256 അല്ലേ? അതായത് നിങ്ങളെ ഹോസ്റ്റ് ID നമ്മളിവിടെ 8 ബിറ്റാണ് അല്ലേ യൂസ് ചെയ്യുന്നത്? 8 ബിറ്റാണ്. അപ്പോൾ 8 ബിറ്റിൽ മാക്സിമം എത്ര അഡ്രസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അതെങ്ങനെയാണ് കാണാം? 2ൻ്റെ പവർ എടുത്താൽ മതി അല്ലേ? അപ്പോൾ 2⁸, 8 ബിറ്റാണെങ്കിൽ 2⁸ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 അഡ്രസ്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു നെറ്റ്വർക്കിൽ, ഒരു C ക്ലാസ് നെറ്റ്വർക്കിൽ നമുക്ക് ഒരു നെറ്റ്വർക്കിൽ മാക്സിമം 256 അഡ്രസ്സാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ 2 ഇപ്പോൾ 4 ആണെങ്കിൽ, ഇപ്പോൾ 4 ബിറ്റാണെങ്കിൽ അല്ലെങ്കിൽ 2 ബിറ്റാണെങ്കിൽ 2⁸2 ആണ് വരിക. അപ്പോൾ 2⁸2 എന്ന് പറഞ്ഞാൽ എത്ര? 4 അല്ലേ? അപ്പോൾ 2 ബിറ്റ് കൊണ്ട് മാക്സിമം കോമ്പിനേഷൻ 4 നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ 8 ബിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബൈനറി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 256 ആണ്. അങ്ങനെയാണ് 256 വന്നിട്ടില്ലേ? അതിൽ 2 പവർ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ഇവിടെ നോക്കുക, 2 പവർ ടേബിളാണ്. അപ്പോൾ അതിൽ 2⁸8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ 256ൽ 2 ID നമ്മൾ യൂസ് ചെയ്യില്ല. ഒന്ന് നെറ്റ്വർക്ക് ID ആണ്, ഒന്ന് ബ്രോഡ്കാസ്റ്റ് ID ആണ്. ഫസ്റ്റത്തെ നെറ്റ്വർക്ക് IDയും അതുപോലെ തന്നെ ലാസ്റ്റത്തെ ബ്രോഡ്കാസ്റ്റ് ID ആണ്. അപ്പോൾ ടോട്ടൽ നമ്പറിൽ നിന്ന് നമ്മൾ 2 ലെസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 254 അഡ്രസ്സസ് നമുക്ക്, അല്ലെങ്കിൽ ഡിവൈസ് നമുക്ക് ഒരു C ക്ലാസ്സിൽ കണക്ട് ചെയ്യാൻ പറ്റും, C ക്ലാസ് നെറ്റ്വർക്കിൽ. ഓക്കെ, ഇനി നോക്കാം.
ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ റോൾ നമ്പറിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് നമ്മൾ ക്ലാസ് ഐ ഡി ആയിട്ട് മാറ്റി. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഹോസ്റ്റ് ഐ ഡിൻ്റെ ഒരു ബിറ്റ് എടുത്തിട്ട് നെറ്റ്വർക്ക് ഐ ഡി ആക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ബിറ്റ് എടുത്തിട്ട് നെറ്റ്വർക്ക് ഐ ഡിയിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഓൾറെഡി 24 ആയിരുന്നു, അത് 25 ആയി. അതുപോലെ തന്നെ ഹോസ്റ്റ് ഐ ഡിയിൽ ഒന്ന് കുറഞ്ഞു അല്ലേ, 8 1 പോയി കഴിഞ്ഞാൽ 7 ആയി. ഹോസ്റ്റ് ഐ ഡി 7ഉം നെറ്റ്വർക്ക് ഐ ഡി 25ഉം ആയി. അപ്പോൾ നോക്കുക, നമുക്കിങ്ങനെ എഴുതാം അല്ലേ, 192.168.0.56 വാല്യൂ ചേഞ്ച് ആയി അല്ലേ, 24ന് പകരം 25 ആയി, കാരണം നെറ്റ്വർക്ക് ബിറ്റ് 25 ആയി മാറി. പക്ഷേ നമുക്ക് ഇവിടെ ഹോസ്റ്റ് ഐ ഡി ആയിട്ട് 7 ബിറ്റേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് മാക്സിമം എത്ര അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? 7 ആണെങ്കിൽ 2�7 അല്ലേ. 2�7 എത്രയായിരുന്നു? 128. അതായത് 128 മൈനസ് 2, രണ്ട് ഇത് നമ്മൾ കുറയ്ക്കും, കാരണം ഒന്ന് നെറ്റ്വർക്ക് ഐ ഡിയും അതുപോലെ തന്നെ ഒന്ന് ബ്രോഡ്കാസ്റ്റ് ഐ ഡിയും. അപ്പോൾ ടോട്ടൽ 126 സിസ്റ്റംസായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരു നെറ്റ്വർക്കിൽ. അപ്പോൾ നമ്മൾ ഒരു ബിറ്റ് നമ്മൾ നെറ്റ്വർക്ക് ഐ ഡിക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് മാക്സിമം 126 സിസ്റ്റംസേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഒരു ബിറ്റാണ് നമ്മൾ നെറ്റ്വർക്ക് ഐ ഡിയിലേക്ക് ആഡ് ചെയ്തത് അല്ലേ. സബ്നെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിറ്റ്, ഹോസ്റ്റ് ഐ ഡിയിലെ ഒരു ബിറ്റ് എടുത്തിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ഐ ഡിയിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബിറ്റ്, അതായത് ബൈനറി നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. ഈ ബൈനറി നമ്പർ ഒരു ബിറ്റ് കൊണ്ട് നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? ഒരു ബിറ്റ് കൊണ്ട് ബൈനറിയിൽ 0ഉം 1ഉം അല്ലേ. അപ്പോൾ 2 കോമ്പിനേഷൻ. അപ്പോൾ ഒരു ബിറ്റ് കൊണ്ട് നമുക്ക് 2 കോമ്പിനേഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് സബ്നെറ്റ് ഒരു ബിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നെറ്റ്വർക്ക് ഐ ഡിയിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 സബ്നെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ നെറ്റ്വർക്ക് ഐ ഡിയിലേക്ക് 2 ബിറ്റാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, ഹോസ്റ്റ് ഐ ഡിയിൽ നിന്ന് 2 ബിറ്റാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ 2 ബിറ്റ് കൊണ്ട് എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും? 2 ബിറ്റ് കൊണ്ട് 00 01 10 11, അതായത് 4 കോമ്പിനേഷൻ അല്ലേ, 2⁻². അപ്പോൾ 4 കോമ്പിനേഷൻ പോസിബിളാണ്. അപ്പോൾ നമുക്ക് അതിൽ 4 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സബ്നെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ സബ്നെറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഓരോ നെറ്റ്വർക്കിലും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബിറ്റ് എടുത്ത സമയത്ത് ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2⁻7 ആണ് നമുക്ക് പറ്റുക, അതായത് 128 അഡ്രസ്സസ് ആണ് പോസിബിൾ അല്ലേ. അപ്പോൾ 128 അഡ്രസ്സിൻ്റെ 2 സബ്നെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു ബിറ്റ് കൊണ്ട്. ഒരു ബിറ്റ് നമ്മൾ ബോറോ ചെയ്യുകയാണെങ്കിൽ. നേരെ മറിച്ച് 2 ബിറ്റാണ് ബോറോ ചെയ്യുന്നതെങ്കിലോ അത് നേരെ എന്ത് ചെയ്യും? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 256നെയാണ് നമ്മൾ ഈ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കാം. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, 192.168.1.0, അതാണ് അതിൻ്റെ നെറ്റ്വർക്ക് ഐ ഡി. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഐ ഡി നമ്മളിപ്പോൾ ഡെസിമലിലാണ് പറയുക അല്ലേ, ശരിക്കും എന്താണ് ബൈനറി ഫോമിലാണ്. അപ്പോൾ ഞാനത് അതിൻ്റെ ഇവിടെ, കാരണം നെറ്റ്വർക്ക് ഐ ഡി ചേഞ്ച് ആവില്ല അല്ലേ, 192.168.1 എന്തായാലും ചേഞ്ച് ആവില്ല. ബാക്കി വരുന്ന ഹോസ്റ്റ് ഐ ഡിയിലാണ് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഞാൻ ഡെസിമലിൽ എഴുതിയിട്ടുണ്ട്. ഹോസ്റ്റ് ഐ ഡി ഞാൻ എന്ത് ചെയ്തു? ബൈനറി ഫോർമാറ്റിൽ എഴുതി. 8 ബിറ്റാണ് ഉണ്ടാവുക. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി 8 zeros ആണ്. ഇനി നോക്കുക, ഞാൻ അതിലുള്ള 2 ബിറ്റ് എടുത്തിട്ട് നെറ്റ്വർക്ക് ഐ ഡിയിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു സബ്നെറ്റ്, ഒരു നെറ്റ്വർക്ക് ഉണ്ട്, അതിന് 4 സബ്നെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4 സബ്നെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഹോസ്റ്റ് ഐ ഡിയിൽ നിന്ന് 2 ബിറ്റ് എടുക്കേണ്ടി വരും അല്ലേ. കാരണം 2 ബിറ്റ് എടുത്തു കഴിഞ്ഞാലേ നമുക്ക് 4 കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ 00 01 10 11 4 കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ കേസിൽ എന്താണ്, ഒരു ബിറ്റ് എടുത്ത സമയത്ത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1, വേറെ കോമ്പിനേഷൻസ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടെ 2 സബ്നെറ്റാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 4 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വേണ്ടി വരും? 2 ബിറ്റ് വേണം അല്ലേ.
2 ബിറ്റ് നമ്മൾ നെറ്റ്വർക്ക് ഐ ഡി ആയിട്ട് കൊടുക്കേണ്ടി വരും ഹോസ്റ്റ് ഐ ഡിന്ന്. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഇവിടെ 192.168.1 എന്തായാലും ചേഞ്ച് ആവില്ല അല്ലേ. ബാക്കി വരുന്ന 8 ബിറ്റിൽ ആദ്യത്തെ 2 ബിറ്റ്, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബിറ്റും, ആദ്യത്തെ ആ 2 ബിറ്റ് ഞാൻ നെറ്റ്വർക്ക് ഐ ഡിയിലേക്ക് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നോക്കുക, ഇപ്പോൾ S1, S2, S3, S4 എന്ന് പറഞ്ഞിട്ട് 4 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് ഒക്ടറ്റ് ഹോസ്റ്റ് ഐ ഡിൻ്റെ ഈ 8 ബിറ്റാണ് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ S1 ഹോസ്റ്റ് ഐ ഡിയിൽ വരുന്ന 2 ബിറ്റ് അല്ലേ, 2 ബിറ്റാണ് നമ്മൾ നെറ്റ്വർക്ക് ഐ ഡിയിലേക്ക് കൊടുക്കുന്നത്, ആദ്യത്തെ 2 ബിറ്റ്. അപ്പോൾ ആദ്യത്തെ 2 ബിറ്റ് ഞാൻ 00 ആയിട്ട് സെറ്റ് ചെയ്തു. S1 00 കൊടുത്തു ഐ ഡി ആയിട്ട്, നെറ്റ്വർക്ക് ഐ ഡി ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ S2 01 കൊടുത്തു, S3 10 കൊടുത്തു, S4 11 കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബാക്കി എത്ര ബിറ്റുകളുണ്ട് ഹോസ്റ്റ് ഐ ഡിയിൽ? ബാക്കി 6 ബിറ്റാണുള്ളത് അല്ലേ. അപ്പോൾ ഈ 6 ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹോസ്റ്റുകൾക്ക് IP അഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 6 ബിറ്റ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ബാക്കി വരുന്ന ഫസ്റ്റ് 2 ബിറ്റ് ഓരോ സബ്നെറ്റിലും ഫിക്സഡ് ആണ് അല്ലേ, അതിൽ ചേഞ്ചസ് ഒന്നും വരില്ല. ഇപ്പോൾ S1 നോക്കിയാൽ നിങ്ങൾക്കറിയാം 00 ഫിക്സഡ് ആണ്. അതുപോലെ S2 നോക്കിക്കഴിഞ്ഞാൽ 01 ഫിക്സഡ് ആണ്, S3 നോക്കിക്കഴിഞ്ഞാൽ 10 ഫിക്സഡ് ആണ്, S4 നോക്കിക്കഴിഞ്ഞാൽ 11 ഫിക്സഡ് ആണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ക്ലാസ്സിലെ എക്സാമ്പിൾ പോലെ തന്നെ, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ 01 മുതൽ 09 വരെയുള്ളവർക്ക് ആ 0 എന്താണ്, കോമൺ ആണ് അല്ലേ, അത് ഫിക്സഡ് ആണ്. പിന്നെ അതുപോലെ അടുത്ത ലിസ്റ്റിൽ എന്തായിരിക്കും 20 മുതൽ 29 വരെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് വരുന്ന ആ 2 കോമൺ ആണ് അല്ലേ, അതെന്താണ്, ഫിക്സഡ് ആണ്. ബാക്കി വരുന്നതാണ് ചേഞ്ച് ആണ്. അതേ രീതിയിലാണ് ഇവിടെ ആ 2 ബിറ്റ്, ആദ്യത്തെ 2 ബിറ്റ് ഓരോ സബ്നെറ്റിലും ഫിക്സഡ് ആണ്. ഓക്കെ, ഇനി ബാക്കി വരുന്ന ഈ 6 ബിറ്റിൽ ഉള്ള അഡ്രസ്സുകൾ, അതായത് മാക്സിമം നമുക്ക് 6 ബിറ്റ് കൊണ്ട് മാക്സിമം അഡ്രസ്സ് ചെയ്യുന്ന സൈസ് എത്രയാണ്? 2�6 ആണ്, അതായത് 64 അല്ലേ. 64 അഡ്രസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും 6 ബിറ്റ് കൊണ്ട്. അപ്പോൾ നമ്മൾ 00 മുതൽ 1111 വരെയുള്ള നമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ടോട്ടൽ 64 നമ്പർ ഉണ്ടാവും. അത് ഈ 64 പറഞ്ഞ പോലെ തന്നെ 2 നമ്പർ നമ്മൾ കുറയ്ക്കുകയാണ്, 2 ID നമ്മൾ കുറയ്ക്കണം അല്ലേ. നെറ്റ്വർക്ക് ഐ ഡിക്കും വേണ്ടി ബ്രോഡ്കാസ്റ്റ് ഐ ഡിക്കും വേണ്ടി കുറയ്ക്കണം സബ്നെറ്റിൽ നിന്ന്. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 62 നമ്പേഴ്സാണ് നമുക്ക് ഡിവൈസസിന് കൊടുക്കാൻ പറ്റുക. S1 S2 അതേപോലെ തന്നെ 64 2 ലെസ് ചെയ്തിട്ട് S3 അതേപോലെ 62 കിട്ടും, S4 അതുപോലെ 62 കിട്ടും. അപ്പോൾ ഇതിൽ ലാസ്റ്റ് വരുന്ന 6 ബിറ്റുകളാണ് ചേഞ്ചസ് വരുന്നത്. ബാക്കി എന്താണ്, ഓരോ സബ്നെറ്റിലും ഫിക്സഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പവർ 2ൻ്റെ പവറാണ്. അതിൽ 2�6 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 64 ആണ്. ഓക്കെ, S1 എടുക്കുക. അപ്പോൾ S1 നമുക്ക് കൊടുക്കുന്ന അഡ്രസ്സുകൾ നമുക്ക് അസൈൻ ചെയ്ത ലാസ്റ്റ് ഒക്ടറ്റിൻ്റെ നമ്പേഴ്സ് നോക്കാം. അതായത് 00 ഫിക്സഡ് ആണ്, പിന്നെ അതിന് ശേഷമുള്ള 6 സീറോസ്. അപ്പോൾ ടോട്ടൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, എല്ലാം സീറോസ് ആണ് അല്ലേ. അപ്പോൾ 0 മുതൽ ലാസ്റ്റ് ഇതുവരെ 00 11 11 11 വരെ. അപ്പോൾ അത് ഡെസിമലിൽ പറയുകയാണെങ്കിലോ, അതിന് മുമ്പ് നമുക്ക് S2 നോക്കാം. S2 അതേപോലെ തന്നെ ലാസ്റ്റ് ഒക്ടറ്റ് എങ്ങനെ വരുന്നത്, 01 000 00 മുതൽ 01 11 11 1 വരെ അല്ലേ. അപ്പോൾ അതും അതേപോലെ തന്നെ 64 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇനി S3 അതേപോലെ തന്നെ 10 മുതൽ 10 11 വരെ, അതും അതേപോലെ തന്നെ 64 നമ്പേഴ്സ് ഉണ്ടാവും. S4 അതേപോലെ തന്നെ 11 സ്റ്റാർട്ട് ചെയ്ത് ഫുൾ 1 എൻഡ് ചെയ്യും. ഇനി ഇതിൻ്റെ ഡെസിമൽ നോക്കാം. ഡെസിമൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് S1 സ്റ്റാർട്ടിങ് 0 ആണ്, പിന്നെ
ലാസ്റ്റ് നമ്പർ അതിൽ വരുന്ന ഏതാ 00 ഫുൾ 6 1ഉം അല്ലേ. അപ്പോൾ ഈ 0011111 അതിൻ്റെ ഡെസിമൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 63 ആണ്. ഓക്കെ, ഇനി അടുത്തത് S2ൻ്റെ അതേപോലെ നോക്കുക. S2ൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 01000000. അപ്പോൾ 010000 വരുന്നത് 64 ആണ്. അപ്പോൾ 64 മുതൽ 127 വരെ. പിന്നെ അതുപോലെ S3ൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 128 to 191 വരെ. അതുപോലെ S4ൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 192 മുതൽ 255 വരെ. അപ്പോൾ ഇതിൽ അലൈൻമെൻറ്റ് ചെയ്തതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് താഴ്മേലായിട്ട് കാണുന്നത്. അപ്പോൾ S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 0 മുതൽ 63 വരെയുള്ള നമ്പേഴ്സാണ് S1ൽ വരുന്നത്. S2ൽ 64 മുതൽ 127 വരെയാണ്. S3ൽ 128 മുതൽ 191 വരെ. S4ൽ 192 മുതൽ 255 വരെ. അപ്പോൾ ഈ ബൈനറി നിങ്ങൾ ഡെസിമലിൽ കൺവേർട്ട് ചെയ്താൽ ഈ നമ്പറാണ് കിട്ടുക. അപ്പോൾ ഇനി ഇതിൻ്റെ IP അഡ്രസ്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ഇതിപ്പോൾ ലാസ്റ്റ് ഒക്ടക്റ്റ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള 192.168.1 എന്താണ്? അത് ഫിക്സഡ് ആണ്, അത് ചേഞ്ച് വരില്ല. ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ S1നെ എങ്ങനെ സെറ്റ് ചെയ്യും? S1ൻ്റെ 0 മുതൽ 63 വരെയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ കൊടുക്കാം? 192.168.1.0 to ഇതുവരെ 192.168.1.63 വരെ. ഓക്കെ, അപ്പോൾ S2ൻ്റെ എങ്ങനെ വരും? 192.168.1.64 മുതൽ 127 വരെ. ഇതാണ് S2ൻ്റെ വരിക. S3ൻ്റെ അതേപോലെ തന്നെ 128 മുതൽ 191 വരെ വരും. ഓക്കെ, S4ൻ്റെത് 192.168.1.192 മുതൽ 192.168.1.255 വരെ ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ IP അഡ്രസ്സ് ഈ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് പോകും. അപ്പോൾ 4ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓരോ സബ്നെറ്റിലും 64 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ 0 മുതൽ 255 വരെയുള്ള നമ്പർ ഈ 4 സബ്നെറ്റിലും ഡിവൈഡ് ചെയ്തിട്ട് പോയി അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും നെറ്റ്വർക്ക് ഐഡിയും ബ്രോഡ്കാസ്റ്റ് ഐഡിയും എങ്ങനെ കണ്ടുപിടിക്കും? S1 എടുക്കുക. S1ലെ ഫസ്റ്റ് അഡ്രസ്സ് എന്താ? 192.168.1.0 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്ക് ID അതായിരിക്കും. പിന്നെ ബ്രോഡ്കാസ്റ്റ് ഐഡിയോ ലാസ്റ്റത്തെ ഏതാ? 192.168.1.63. അതുപോലെ S2ൻ്റെ എടുക്കുകയാണെങ്കിലോ S2ൻ്റെ നെറ്റ്വർക്ക് ID എന്ന് പറഞ്ഞാൽ 1.64 ആണ്. അതിൻ്റെ ലാസ്റ്റ് ID ആയ 127 ആണ് എന്തായിട്ട് വരിക? ബ്രോഡ്കാസ്റ്റ് ID. അപ്പോൾ ഇതിനിടയിലുള്ള ഐഡികളാണ് നമ്മൾ എന്ത് ചെയ്യുക? സിസ്റ്റംസിന് കൊടുക്കുക. ഓക്കെ, S3ൻ്റെ അതുപോലെ തന്നെ S4ൻ്റെ അതുപോലെ തന്നെ. അപ്പോൾ ഇതാണ് സബ്നെറ്റിങ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്നെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സബ്നെറ്റ് മാസ്ക് ആണ്. പക്ഷെ ഇപ്പോൾ തന്നെ ഓൾറെഡി ടൈം കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സബ്നെറ്റ് മാസ്ക് മാത്രമല്ല സൂപ്പർനെറ്റ് അതുപോലെ ഡിഫോൾട്ട് ഗേറ്റ്വേ അങ്ങനെ കുറേ കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇന്നിപ്പോൾ പറഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും വീഡിയോ. മാത്രമല്ല നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ക്ലാസ്സോടെ നമുക്ക് അത് തീർക്കാം. ഏതായാലും അടുത്ത ക്ലാസ് തേഴ്സ്ഡേ ക്ലാസ് ഉണ്ടല്ലോ, അന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇന്ന് പറഞ്ഞിരിക്കുന്ന അത് നല്ല ശരിക്ക് മനസ്സിലാക്കിയിട്ട് അത് ക്ലിയർ ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും അത് പിന്നെ ശരിക്കും മനസ്സിലാക്കണം. എന്നാലേ മാത്രമേ ബാക്കിയുള്ളതും കൂടി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.